ഓൺലൈൻ മത്സര പരീക്ഷാ കോച്ചിങ്ങിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ച കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം CC+. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും CC+ൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ തന്നെ NCERT ടെസ്റ്റിലെ 8ാം ക്ലാസ് NCERT ടെസ്റ്റിലെ ചാപ്റ്റർ 2, അതായത് ഫ്രം ട്രേഡ് ടു ടെറിട്ടറി ദ കമ്പനി എസ്റ്റാബ്ലിഷസ് പവർ. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ മനസ്സിലായി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ആ സമയത്തെ പൊളിറ്റിക്കൽ സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ സമയത്ത് 1707 ഔറംഗസേബ് അന്തരിക്കുന്നു. അതായത് ഗ്രേറ്റ് മുഗൾ റൂളേഴ്സിലെ ഏറ്റവും അവസാനത്തെ രാജാവാണ് ഔറംഗസേബ്. 1526 ബാബറാണ് ഈ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ 707 കൂടി ഇന്ത്യയിൽ വിസ്തൃതമായൊരു പ്രദേശത്തിന് ഉടമയായിരുന്നു ഈ ഗ്രേറ്റ് മുഗൾസ്. അപ്പോൾ ഇത്രയും വിസ്തൃതമായ സ്ഥലം ഔറംഗസേബ് കൊടുത്തിരുന്നത്, അതായത് ഔറംഗസേബ് വിഭജിച്ചിരുന്നത് മുഗൾ ഗവർണേഴ്സിൻ്റെയും സെമീന്ദാസിൻ്റെയും കയ്യിലായിരുന്നു. അപ്പോൾ അവരായിരുന്നു ആ ചെറിയ ചെറിയ സ്ഥലത്തെ ആക്ച്വലി ഭരണം നടത്തിയിരുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഭരണാധികാരി എന്നുള്ളത് ഔറംഗസേബ് തന്നെയാണ്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം, അതായത് 1707 ശേഷം ഈ പ്രദേശങ്ങളെല്ലാം പ്രാദേശികമായിട്ട്, അതായത് റീജിയണൽ കിങ്ഡം സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഈ പറഞ്ഞ മുഗൾ ഗവർണേഴ്സും, അതായത് അവരെ സുബേദാസ് എന്ന് പറയുന്നുണ്ട്, സുബേദാസും സെമീന്ദാസും ബിഗ് സെമീന്ദാസും രാജാവായിട്ട് അവിടെ വാഴാൻ തുടങ്ങി ചെറിയ ചെറിയ കിങ്ഡംസ്. അതോടുകൂടി ഡൽഹിയുടെ സെൻറ്റർ ഓഫ് പവർ എന്നുള്ള ആ ഒരു പദവി അങ്ങ് മാറി. ഓക്കെ, ഇനി നമുക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് നോക്കാം. 1600 UK സെറ്റപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഇവർ എലിസബത്ത് രാജ്ഞിയിൽ നിന്നും, എലിസബത്ത് വണ്ണിൽ നിന്നും ഒരു ചാർട്ടർ ഇവർ വാങ്ങി. ഇപ്പോൾ ചാർട്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രേഡാണ്. ട്രേഡ് എഗ്രിമെൻറ്റിനെയാണ് ചാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈസ്റ്റിലേക്ക് ട്രേഡ് നടത്താൻ വേണ്ടി ഇവരൊരു ചാർട്ടർ വാങ്ങുകയും അതൊരു മോണോപ്പൊളി ചാർട്ടറാണ്. ഇവർക്ക് മാത്രമേ അധികാരമുള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ഈ ട്രേഡിന് അധികാരമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു മെർക്കൻറ്റൈൽ കമ്പനിയാണ്. മെർക്കൻറ്റൈൽ ഇൻ ദ മീൻസ് ചെറിയ വിലയ്ക്ക് വാങ്ങി വളരെ വലിയ വിലയ്ക്ക് കൊടുക്കുമ്പോൾ വലിയൊരു മാർജിൻ ലാഭം കിട്ടും. ഇതിനാണ് മെർക്കൻറ്റൈൽ കമ്പനി എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന ആദ്യത്തെ യൂറോപ്യൻസ് ഇംഗ്ലീഷുകാരാണോ? അല്ല, ഇത് പോർച്ചുഗീസുകാരാണ്. അതായത് 1498 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് ഒരു പുതിയ വഴി കണ്ടുപിടിക്കുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ ആദ്യം എത്തുന്നു, അതിനുശേഷം ഡച്ചുകാരെത്തുന്നു, ഇംഗ്ലീഷുകാർ എത്തുന്നു, അതിനുശേഷം ഫ്രഞ്ചുകാരെത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്ര വഴി. ഓക്കെ, ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെത്തി 1651 ബംഗാളിൽ, അതായത് ബാങ്ക്സ് ഓഫ് ഹൂഗ്ലി, ഹൂഗ്ലി നദിയുടെ തീരത്ത് ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നു. അങ്ങനെ ഈ ഫാക്ടറി സ്ഥാപിക്കുന്നതുകൂടി ഫാക്ടറിയും കമ്പനി ട്രേഡേഴ്സിനെ, ഈ ഫാക്ടറിയിലുള്ള കമ്പനി ട്രേഡേഴ്സിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇതിനുശേഷം 1698 1698 ഈ പറഞ്ഞ മുഗൾ ഒഫീഷ്യൽസിൽ നിന്നും സെമീന്ദാരി റേറ്റ് ഇംഗ്ലീഷുകാർക്ക് കിട്ടുന്നു. അപ്പോൾ സെമീന്ദാരി റേറ്റ് കിട്ടുന്നത് 3 വില്ലേജിൻ്റെ പുറത്താണ്. സുതനൂതി, ഗോവിന്ദപൂർ, കാലിക്കറ്റ എന്ന് പറഞ്ഞ 3 വില്ലേജസിൻ്റെ പുറത്ത് ഇവർക്ക് സെമീന്ദാരി റേറ്റ് കിട്ടുന്നു. ഇതിൽ കാലിക്കട്ട പിന്നീട് ഇപ്പോൾ നമ്മൾ അറിയപ്പെടുന്ന കൊൽക്കട്ടയായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, മുഗൾസിൽ നിന്നും ഇവർ ഫെർമൻ, അതായത് ഫെർമൻ എന്നത് ഒരു റോയൽ ഓർഡറാണ്. ഫ്രീ ട്രേഡിന് ഉള്ള ഒരു റോയൽ ഓർഡറും മുഗൾ റൂളേഴ്സിൽ നിന്നും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് പലർക്കും ഇഷ്ടാവുന്നില്ല. ഇത് ആ അവിടുത്തെ ലോക്കൽ റൂളേഴ്സിനും ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ചെറിയ ഫ്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഇതിനുശേഷം ബംഗാളിൽ നമ്മൾ പറഞ്ഞു ചെറിയ ചെറിയ പെറ്റി കിങ്ഡമായിട്ട് മാറുന്നുണ്ട് 1707 ശേഷം, ഔറംഗസേബിൻ്റെ മരണത്തിന് ശേഷം. അങ്ങനെ ബംഗാളിൽ വന്ന മെയിൻ ആയിട്ടുള്ള 3 റൂളേഴ്സാണ് മുർഷിദ് കുലി ഖാൻ, അൽവറാദി ഖാൻ ആൻഡ് സിറാജ് ഉദ് ദൗള. അപ്പോൾ മുർഷിദ് കുലി ഖാൻ ആദ്യം ബംഗാൾ ഭരിക്കുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ശേഷം അൽവറാദി ഖാൻ ബംഗാൾ ഭരിക്കുന്നു, പിന്നെ സിറാജ് ഉദ് ദൗള ബംഗാൾ ഭരിക്കുന്നു.
ഇനി ഈ റൂളേഴ്സ് കമ്പനിയുമായിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റൂളേഴ്സ് കമ്പനിക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീ ട്രേഡ് കൺസെഷൻ എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ റൂളേഴ്സ് അതിന് എതിരാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 റൂളേഴ്സും അതിനെതിരാണ്. 3 പേരും വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിരുന്നു. അപ്പോൾ 3 പേരും ശരിക്കും പറഞ്ഞാൽ കമ്പനിക്ക് എതിരായിരുന്നു. അത് മാത്രമല്ല, കമ്പനി ഈ പറഞ്ഞ ബംഗാൾ പ്രവിശ്യയ്ക്ക് ഒരുപാട് പണം അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട് പണം അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അതേപോലെ ഈ റൂളേഴ്സ് കമ്പനി ആഗ്രഹിച്ചിരുന്നു അവിടെ കോയിൻസ് മിൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതായത് കോയിൻസ് അച്ചടിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇതും അവർ തടഞ്ഞു. അതേപോലെ ഫോർട്ടിഫിക്കേഷൻ, കോട്ട കെട്ടുന്നതും ഈ പറഞ്ഞ റൂളേഴ്സ് തടയേണ്ടത്. ഇനി അത് മാത്രമല്ല, കമ്പനി ഇവരും തമ്മിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ഫ്രിക്ഷൻ ഉണ്ടെന്ന്. ഓക്കെ, ഇത് മാത്രമല്ല, ഈ പറഞ്ഞ ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ നമ്മൾ പറഞ്ഞു ഓൾറെഡി ഹ്യൂജ് എമൗണ്ട് ഓഫ് റവന്യൂ കൊടുക്കാനുണ്ട് കമ്പനി, അത് കൊടുക്കുന്നില്ല. അതേപോലെ നവാബിൻ്റെ അതോറിറ്റിയെ അവിടെ ചോദ്യം ചെയ്യുന്നു. ഓക്കെ, പിന്നെ റെഫ്യൂസ് ടു പേ ടാക്സസ് കൊടുക്കാൻ ഇവർ കൊടുക്കുന്നില്ല, ഈ ഇംഗ്ലീഷുകാർ കൊടുക്കുന്നില്ല. ഓക്കെ, അതുപോലെ അത് മാത്രമല്ല, ഇംഗ്ലീഷുകാർ നവാബിന് എതിരെ ലെറ്റേഴ്സ് അയക്കുന്നുണ്ട്. ഇതെല്ലാം ഡിസ്റെസ്പെക്ട്ഫുൾ ലെറ്റേഴ്സാണ് അയക്കുന്നത്. അതേപോലെ നവാബിനെയും അവരുടെ ഒഫീഷ്യൽസിനെയും ഹ്യൂമിലേറ്റ് ചെയ്യുന്ന തരത്തിലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും. ഇനി കമ്പനി ഈ പറഞ്ഞ പോലെ നവാബ്സിനെതിരെ തിരിയുന്നുണ്ട്. അപ്പോൾ കമ്പനി പറയുന്ന കാര്യങ്ങൾ ലോക്കൽ ഒഫീഷ്യൽസിന് കമ്പനി ബ്രേബ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഇത് കമ്പനിക്ക് താങ്ങുന്നില്ല. ഈ ടാക്സ് എല്ലാം കൊടുത്തതിന് ശേഷം കമ്പനിക്ക് ലാഭം കിട്ടുന്നില്ല. ഇതാണ് കമ്പനി പറയുന്ന മെയിനായിട്ടുള്ള ഒരു പോയിന്റ്. അത് മാത്രമല്ല, കമ്പനിക്ക് ഈ ഒരു ട്രേഡ് ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 3 കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സെറ്റിൽമെൻറ്റ് എൻലാർജ് അവരുടെ ഉണ്ടായിരുന്ന കമ്പനി സെറ്റിൽമെൻറ്റ് വലുതാക്കണം. പിന്നെ വില്ലേജുകൾ, നമ്മൾ നേരത്തെ 3 വില്ലേജുകൾ കണ്ടു. ഈ വില്ലേജ് പോലെ തന്നെ മറ്റുള്ള വില്ലേജുകളും കമ്പനിക്ക് അക്വയർ ചെയ്യണം. അതേപോലെ ഫോർട്ടുകൾ ബിൽഡ് ചെയ്യാനുള്ള പവറും കമ്പനിക്ക് കൊടുക്കണം. ഇതാണ് കമ്പനി ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനുശേഷം ഇതെല്ലാം കൂടി ആകുമ്പോഴേക്കും ഈ പ്ലാസി യുദ്ധത്തിനുള്ള ചെറിയൊരു സംഭവം അവിടെ ഒരുങ്ങി. ഓക്കെ, പ്ലാസി യുദ്ധം. ഇത് ഈ പ്ലാസി എന്നുള്ള പേര് വരുന്നത് ഇവിടെ പലാശ് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു ട്രീ ഉണ്ട്, വൃക്ഷമുണ്ട്. അപ്പോൾ പലാശ് ട്രീയെ ആംഗലൈസ്ഡ് ആയപ്പോൾ പ്ലാസി എന്നായിപ്പോയി. ഓക്കെ, അപ്പോൾ പലാശി ട്രീ ആണ് ഈ പ്ലാസി എന്നായി പോകുന്നത്. അപ്പോൾ പലാശ് ട്രീയെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗുലാൽ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് ഫ്ലവർ ഇതിൽ ഈൽഡ് ചെയ്യും. അപ്പോൾ ഈ ഗുലാൽ പൊടിച്ചിട്ടാണ് ഹോളി നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ പൊടിയാണ് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ബാറ്റിൽ ഓഫ് പ്ലാസി. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സിറാജ് ഉദ്ദീൻ ദൗള 1756 ബംഗാളിൻ്റെ നവാബായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഈ സിറാജുദ്ദീൻ ദൗളയാണ് ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എതിർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നവാബായി വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്രീ ട്രേഡ് നടക്കില്ല എന്നുള്ളത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അറിയാം. അങ്ങനെ ടാക്സ് ഇദ്ദേഹം ഈ പറഞ്ഞ നേരത്തെ ഫ്രീ ട്രേഡ് ആയിരുന്നു, പിന്നീട് ടാക്സ് ആക്കി. ഈ ഫ്രീ ട്രേഡിന് പകരം ടാക്സ് ട്രേഡ് ആക്കി. അതേപോലെ കമ്പനിയോട് സിറാജുദ്ദീൻ ദൗള പറഞ്ഞത് അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ ഇടപെടരുത്, അതേപോലെ ഫോർട്ടിഫിക്കേഷൻ ചെയ്യുന്നത് നിർത്തണം, റവന്യൂസ് കറക്റ്റ് ടൈമിൽ പേ ചെയ്യണം. ഇതാണ് സിറാജുദ്ദീൻ ദൗള മുന്നോട്ട് വെച്ച കാര്യങ്ങൾ. ഇത് കമ്പനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടത്തിയില്ല. നവാബിന് ദേഷ്യമായി. അദ്ദേഹം ഏകദേശം 30,000 സോൾജേഴ്സോട് കൂടിയിട്ട് കമ്പനിയുടെ അന്നത്തെ ഫാക്ടറി സിറ്റുവേറ്റ് ചെയ്യുന്ന കാസിം ബസാറിലേക്ക് ഒരു മാർച്ച് നടത്തി. അതിനുശേഷം ഇദ്ദേഹം ചെയ്യുന്നത് അവിടെയുള്ള കമ്പനിയുടെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ഇംപ്രിസ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇംപ്രിസ്മെൻറ്റ് ചെയ്യുന്നത് ഫോർട്ട് വില്യമിലാണ്. ഇപ്പോൾ ഫോർട്ട് വില്യമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ കെട്ടുന്ന ആദ്യത്തെ ഫോർട്ടാണ് ഈ ഫോർട്ട് വില്യം. അപ്പോൾ ആ ഫോർട്ട് വില്യം ആ സമയത്ത് പണി കഴിപ്പിച്ച് ഇവരുടെ കീഴിലായിരുന്നു, ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഫോർട്ട് വില്യം. ഇത് ഇദ്ദേഹം പിടിച്ചടക്കുന്നുണ്ട്, സിറാജുദ്ദീൻ ദൗള പിടിച്ചടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആ ഫോർട്ടിൽ തന്നെ ഈ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ജയിലിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സംഭവം നടന്നു. ഏകദേശം 6 പേർക്ക് കഴിയാവുന്ന ഒരു ചെറിയ മുറിയിൽ 100-ൽ കൂടുതൽ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ഇദ്ദേഹം കയറ്റുകയും അവിടെ ഒരുപാട് പേര് മരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരാണ് ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് ഓഫ് കൽക്കട്ട.
ഓർത്ത് വയ്ക്കുക, ബ്ലാക്ക് ഹോൾ ഇൻസിഡൻറ്റ് ഓഫ് കൽക്കട്ട ഈ പ്ലാസി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പിന്നീട് റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ കമ്പനി തിരിച്ചൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു കാര്യം, സിറാജുദ്ദീൻ ദൗളയുടെ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള മിർ ജാഫറിനെ ബ്രൈബ് ചെയ്ത് ഇവരുടെ സൈഡിലാക്കി. അപ്പോൾ മിർ ജാഫറിൻ്റെ മുന്നിൽ കമ്പനി വെക്കുന്ന ഒരു ഓഫർ ഇതായിരുന്നു, കമ്പനി ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത നവാബ് മിർ ജാഫറാണ്. അതോടുകൂടി അദ്ദേഹം ആ ഒരു ഓഫറിൽ വീണു. ഓക്കെ, സിറാജുദ്ദീൻ ദൗള നയിച്ചിരുന്ന ആ പടയിൽ മിർ ജാഫർ ഉണ്ടായിരുന്നു. പക്ഷെ മിർ ജാഫർ ബാറ്റിൽ യുദ്ധം ചെയ്തില്ല, ചുമ്മാ നോക്കി നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സിറാജുദ്ദീൻ ദൗള അവിടെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇദ്ദേഹം മരണപ്പെട്ടു. ബ്രിട്ടീഷുകാർ പറഞ്ഞ പോലെ തന്നെ മിർ ജാഫറിനെ അവരുടെ പപ്പറ്റ് നവാബായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറയുന്നത് കമ്പനിയുടെ വൺ ഓഫ് ദ ഫസ്റ്റ് മേജർ വിക്ടറിയാണ് ഇന്ത്യയിൽ. ഇതോടുകൂടി കമ്പനി, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ അഫയേഴ്സിനും അവരെ ഇന്ത്യ കീഴടക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമായി ഇതോടുകൂടി ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്ലാസി യുദ്ധത്തിൽ നോക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് CC+ന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.